ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൃഷിത്തോട്ടത്തിലേക്കാണ്. ഞാനൊരു വാഴയുടെ തണലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ നല്ല വെയിലത്ത് വാഴക്കൊല വെട്ടാൻ പോവാണ് കേട്ടോ. കുറച്ച് വാഴക്കൊലകൾ മൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഏത്തനുണ്ട്, റോബസ്റ്റയുണ്ട്. അപ്പോൾ കുറച്ച് ചിലതൊക്കെ പഴുക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് അപ്പായുടെ കൂടെ പോവുകയാണ് വാഴത്തോട്ടത്തിലേക്ക്. അപ്പോൾ ഇന്ന് വാഴത്തോട്ടത്തിലെ നല്ലൊരു വീഡിയോ ആണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും സ്വാഗതം. നല്ല തെളിഞ്ഞ ആകാശമാണ് കേട്ടോ. നല്ല വെയിലും ഉണ്ട്. ഇപ്പം എല്ലാ നാട്ടിലും വെയിലും ചൂടുമായി. നമ്മുടെ പറമ്പും ഉണങ്ങിയൊക്കെ തുടങ്ങി കേട്ടോ. വാഴകളൊക്കെ ഇതാ ദൂരെ നമുക്ക് കാണാം വാഴത്തോട്ടം. വാഴകളൊക്കെ കുറച്ച് കരിയാനും ഉണങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് കുറേ വാഴകൾ നമുക്ക് കുലച്ചും വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കണ്ടോ പ്ലാവൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ പറമ്പിൻ്റെ വേറൊരു വശമാണ് കേട്ടോ. നല്ല മൂത്ത ഒരു ചക്ക നിൽപ്പുണ്ട്. ഇതിനെ ഞങ്ങൾക്കൊന്ന് പറിച്ചെടുക്കണം. അതുപോലെ തന്നെ കുറേ ചക്കകൾ പ്ലാവിൽ കായ്ച്ചു നിൽപ്പുണ്ട് കേട്ടോ. ചക്ക ഇല്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ ഇഷ്ടമാകുമായിരിക്കും അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ചക്ക ഉണ്ടാകുന്നതുകൊണ്ട് നമുക്കിത് ഒത്തിരി ഇഷ്ടമൊന്നുമില്ല. പിന്നെ മാക്സിമം കളയാതെ നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. ഇതാണ് നമ്മുടെ വാഴത്തോട്ടത്തിൻ്റെ വേറൊരു സൈഡാണ്. എല്ലാ ദിവസവും ഞാൻ കാണിക്കുന്നത് ഇവിടെ അല്ല. അപ്പോൾ ഇത് വേറൊരു വഴി കൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇവിടെയാണ്, ഈ വശത്താണ് വാഴകൾ ഇപ്രാവശ്യം കൂടുതൽ കായ്ച്ച് കുലച്ച് നിൽക്കുന്നത്. അപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. നല്ല വെയിലായതുകൊണ്ടേ തണൽ നോക്കിയാണ് നടന്നു വന്നതേ. ഉണ്ടോ വാഴത്തോട്ടം നിറച്ച് വെയിലിലാണ് നിൽക്കുന്നത്. വെയിലിൽ കുളിച്ച് നിൽക്കുകയാണേ. ഇലകളൊക്കെ വാടാൻ തുടങ്ങി. ഇപ്പോഴും ഇതുണ്ടോ ചെറിയ വാഴകളൊക്കെ കുലച്ച് വരുന്നുണ്ട്. ചെറിയ കൊലകളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താകുമെന്നൊന്നും അറിയത്തില്ല. ചൂട് കൂടുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ താഴെ വരും. ഇത് ഇവിടെയുണ്ട് ഒരു അരമൂപ്പായ വാഴക്കൊല, ഏത്തക്കൊലയാണിത്. അപ്പോൾ നമ്മളിന്ന് വെട്ടാൻ പോകുന്നു ഏത്തക്കൊലയാണേ. അപ്പം വെയിലത്ത് നിൽക്കുവാണോ? മുകളിലത്ത് നോക്കിയിട്ടാണോ തുമ്മല്? നല്ല വെയിലാ അല്ലേ. ഇച്ചിരി വെയിൽ ആറിക്കഴിയുമ്പോൾ വെട്ടിയാൽ മതിയായിരുന്നു. ഇതുണ്ടോ ഇവിടെ ഒരെണ്ണമുണ്ട് മുപ്പായി വരുന്ന. ഇലകളൊക്കെ അങ്ങോട്ട് ഒന്ന് കരിഞ്ഞു അല്ലേ അപ്പാ. ഇലകളൊക്കെ ഒരെണ്ണം മൂത്തായി വരുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് വെട്ടേണ്ടത് ഇത് ഈ കൊല അത്യാവശ്യമായിട്ട് വെട്ടണം. അതിലൊരു 3 കായ പഴുത്ത് നിൽപ്പുണ്ട്. നമുക്ക് അത് വെട്ടണം. അതുപോലെ തന്നെ ഇനി എവിടെയാണ് വെട്ടാനുള്ള? ഇത് കണ്ടോ ഇവിടെ ഒരു വാഴയാണെങ്കിൽ ഒടിഞ്ഞു കിടക്കുമായിരുന്നേ. ഇതിൻ്റെ കൊല ഞങ്ങൾ വെട്ടിയെടുത്ത് പഴുപ്പിച്ചു. മൂത്തതായിരുന്നു. ഇതാ മുകളിൽ ഒരെണ്ണം നിൽപ്പുണ്ട്. ഏത്തക്കൊലയാണ്. നല്ല വെയിലാണ്. വെയിലായതുകൊണ്ട് ചിലപ്പോൾ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ വാഴത്തോട്ടം ഏതാണ്ട് വാഴയെല്ലാം അങ്ങ് ഒരു വശത്തെ അങ്ങ് ദൂരെ കാണുന്ന വശത്തെ വാഴകളൊക്കെ തീർന്നു കഴിഞ്ഞു. അവിടെയെല്ലാം റോബസ്റ്റ ആയിരുന്നു കേട്ടോ. അതെല്ലാം തീർന്നു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോ ഏത്തയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യം വെട്ടുന്നത്. നമ്മുടെ ചിക്കു ദൂരേന്ന് വരുന്നുണ്ട് കേട്ടോ. ചിക്കു ക്യാമറയിൽ അധികം വരില്ല, പക്ഷേ ചിക്കു വീഡിയോ എടുത്തു തരാമെന്നും പറഞ്ഞ് വരുന്നുണ്ടേ. ചിക്കു വാ, ഓടിവാ. ചിക്കുവിനെ വീഡിയോയിൽ കാണിക്കുന്നില്ലെന്നും പറഞ്ഞ് എല്ലാവർക്കും പരാതിയാണ്. അപ്പോൾ അതാ ചിക്കു വരുന്നുണ്ട്. ചിക്കുവിനെ കണ്ടോളൂ കേട്ടോ. മതി, ആക്കിയതൊക്കെ മതിയാ. ഈ ചൂട് കൊണ്ട് ഒരു തുണി പോലും എടുത്തോണ്ടിരാൻ മറന്നുപോയല്ലോ. അമ്മക്ക് വെയിൽ കൊള്ളുന്ന അന്നേരം അങ്ങ് തുടങ്ങും. വെയിൽ കൊണ്ടാ തലവേദന എടുക്കൂടി. ഇതിനകത്തൊന്നും കാണത്തില്ല. വേറെ എല്ലാം കാണാമോ? ആ വാഴക്കൊല മൂത്തോ നിൽക്കുക. അത് വെട്ടാറായത് കേട്ടോ. അതേ പുറകിൽ നിൽക്കുന്നത് അതായതല്ലേ അപ്പം. അത് ഉണ്ടോ ഒരു മഞ്ഞപ്പ് വീണിട്ടുണ്ടല്ലോ അല്ലേ. അതും വെട്ടാറായി, ഇതും വെട്ടാറായി. ഒരു 3-4 എണ്ണം കാണും. ദേ അപ്പം മുറിക്കുന്നു. നോക്ക് അതേല്ലേ പഴമുള്ളത്. ഇത്രയും പൊരി വെയിലത്ത് വാഴക്കൊല വെട്ടാൻ പോകുന്ന മനുഷ്യർ നമ്മൾ മാത്രമേ കാണുള്ളൂ. നട്ടിട്ട് ഓരോ സമയം കിട്ടുമ്പോൾ ചെയ്യുന്ന കേട്ടോ. ഇതാണ് നമ്മുടെ വാഴക്കൊല. ചിക്കൻ കാണിച്ച് നല്ല മുഴുത്ത കൊലയാണ് കേട്ടോ. മഞ്ഞപ്പ് വീണല്ലേ. 3 എണ്ണം പഴുത്തിട്ടുണ്ട്. ഞാൻ രാവിലെ കണ്ടായിരുന്നു 3 എണ്ണം പഴുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചനേരത്താണേലും ഇത് വെട്ടാന്ന് വെച്ചോ. ഇന്നത്തേക്ക് അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നാളെ വാവൽ അത് 3ഉം തിന്നിട്ടുണ്ടാവും. വലിയ കായ അല്ലേ. മുഴുത്ത കൊലയാട്ടോ. നല്ല മുഴുത്ത കൊലയാ. 20 കിലോയുടെ മേലെ കാണൂലൊക്കെ. 20 കിലോ മൂളി കാണൂലേ. 20 ആയിരിക്കില്ല മൂളി കാണും. നല്ല മുഴുത്ത കൊലയാ. ഇതിന്റെ കായ പഴുത്തതും അടിയിലായിപ്പോയി.
പിന്നെ വാഴക്കൃഷി പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു കാര്യം പറഞ്ഞു തരാം കേട്ടോ. പരിചയമുള്ളവർ ഇപ്പോൾ ഈ എന്തിനാ പറയുന്നതെന്ന് ഓർക്കും. നമ്മളിപ്പോൾ ഈ വാഴ ഇനി നമ്മൾ വെട്ടി നശിപ്പിച്ച് കളയും കേട്ടോ. വെട്ടിക്കളയും. പിന്നെ ഇതിൻ്റെ പിണ്ടി കറി വെക്കേണ്ടവർക്ക് ഇതിനകത്തെ ഏറ്റവും അകത്തെ കാമ്പ് പൊളിച്ചെടുക്കുന്നതാണ് പിണ്ടി കറി വെക്കുന്നത്, വാഴപ്പിണ്ടി. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഏറ്റവും അകത്തുള്ളതാണ് പിണ്ടി കറി വെക്കുക. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ അടുത്ത ഈ വാഴ കുലയ്ക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അടുത്ത 2 ചെറിയ വാഴകൾ ഇത് ഇവിടെ ഒരെണ്ണം എന്നിട്ട് കാണിച്ചു. ഇത് കണ്ടോ, അത് അത്യാവശ്യം വളർന്നു. ഈ വാഴ കൊല ആയപ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ വാഴ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇത് ഇതിൻ്റെ വിത്താണ് കേട്ടോ, തൈ. അതുപോലെ ഇതും ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നാട്ടിൻപുറത്തുള്ള കർഷകർ ചെയ്യുന്ന ഒരു കാര്യം, ഇതിലെ നല്ല ഒരു തൈ നിർത്തും അല്ലേ? ഇപ്പം നല്ല ഒരു തൈ, ഇപ്പം ഇതിനെയാണ് ഇതല്ലേ നിർത്തുക. ഈ നല്ല തൈ നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം വെട്ടിക്കളയുക. പിന്നെ നമ്മൾ ഈ ഒരു വിത്ത് മുളച്ചതിനെയാണ് നമ്മൾ കെയർ ചെയ്ത് അടുത്ത കൊലയാക്കുന്നത്. വളരെ ബിസിനസ്സായിട്ട് വാഴത്തോട്ടമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ എല്ലാം നശിപ്പിക്കും, എന്നിട്ട് പുതിയ വിത്ത് മേടിച്ചു വെക്കും. നമ്മൾ സാധാരണ ചെയ്യുന്ന ഇടത്തര കർഷകരൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ നല്ലൊരു വിത്ത് ഇവിടെ നിർത്തും, ഈ തയ്യ. ബാക്കിയെല്ലാം വെട്ടിക്കളയും. പിന്നെ ഇതിനെ നമ്മൾ കെയർ ചെയ്യും. അതാണ് അടുത്ത കൊലയായിട്ട് വരിക കേട്ടോ. അപ്പോൾ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രം, വാഴക്കൃഷിയൊന്നും പരിചയമില്ലാത്തവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഈ ഒരു അറിവ് പറഞ്ഞതാണേ. പിന്നെ നമ്മൾ ഇതങ്ങോട്ട് വെട്ടിക്കളയും. കാരണം വാഴപ്പിണ്ടി കറി വെക്കുന്നുണ്ടോ? വാഴപ്പിണ്ടി കറി വെക്കാനേ നല്ല പണിയാണ് വാഴപ്പിണ്ടി കറി വെക്കാൻ. അപ്പോൾ പശുവിന് തീറ്റയായിട്ട് കൊടുക്കാം. നമ്മൾ പറയുമ്പോൾ ഒരു കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും കൂടെ പറയുന്ന കേട്ടോ വീഡിയോയിൽ. കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്നോർത്ത്. ഇത് പശുവിന് തീറ്റയായിട്ട് കൊടുക്കാം. അതുപോലെ പന്നി കൃഷി നടത്തുന്നവർക്ക്, പന്നി ഫാമൊക്കെ ഉള്ളവർക്ക് ഇത് വെട്ടി അറിഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ. ഇത് പന്നിക്ക് കൊടുക്കാം, പശുവിന് കൊടുക്കാം, അങ്ങനെ മൃഗങ്ങൾക്ക് തീറ്റയാക്കാം. പിന്നെ പുത ഇടാൻ വളരെ നല്ലത് കേട്ടോ. പുത ഇടുക എന്ന് പറഞ്ഞാൽ ചെടികളുടെയൊക്കെ ചുവട്ടിൽ ഇത് വെട്ടിയിട്ടാൽ നല്ല വെള്ളം അതിനകത്ത്. അപ്പൊ ഇത് വെട്ടി അരിഞ്ഞിട്ടാല് നന്നായിട്ട് വെള്ളമുണ്ട് ഇതിനകത്ത്. അപ്പൊ ചൂടേക്കല ഞാൻ കരിയുന്നുണ്ട്, എന്റെ ചുവട്ടിലിടേണ്ടി വരുമ്പോ ഞാൻ വെയില. പിന്നെ അതുപോലെ തന്നെ വെള്ളമാണെങ്കിൽ ആ വെള്ളം ഉഗ്രൻ കറയാണ് കേട്ടോ. നമ്മുടെ ഡ്രസ്സിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ സൂപ്പർ കറയാണ്. അതുകൊണ്ടാണ് അപ്പം ഏതാണ്ട് നേറ്റിവേഷ സ്ഥിരം വാഴത്തോട്ടത്തിൽ വരുമ്പോൾ ഈ ഡ്രസ്സാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ കാരണം ഇതൊക്കെയാണ് കേട്ടോ. 2-3 ഷർട്ടാണ് സ്ഥിരം ഇടുന്നത് നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് ഭയങ്കര കറയാണ്. അങ്ങനെ ഗുണവും ദോഷവും എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇലയല്ല, ഈ ഏത്തവാഴയുടെ ഇല നമ്മൾ സാധാരണയായിട്ട് അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല. അതിനൊരു കൈപ്പുരസം പോലെ ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ ഞാലിപ്പൂവിൻ്റെ പോലെയുള്ള ഇലകളൊക്കെയാണ് ചോറുണ്ണാനൊക്കെ യൂസ് ചെയ്യുന്നത്. ഏത്തവാഴയുടെ ഇല സാധാരണ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മൾ ചെയ്യുന്നവരുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇത് എടുക്കാറില്ല. പിന്നെ ഇല്ലാത്ത സ്ഥലത്ത് ഇത് എടുക്കുമായിരിക്കാം. അപ്പോൾ എന്താണ് വാഴയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ഇത് നമുക്ക് ആ ഒരു വാഴക്കൊലയും കൂടെ വെട്ടാനുണ്ട്. ഇത് പൊക്കത്തി മുകളിൽ നിൽക്കുന്നത് അതും കണ്ടോ നന്നായിട്ട് മൂത്തു. എന്താണേലും ബെന്നിച്ചേട്ടൻ വന്നപ്പോഴേ വലിച്ചു കെട്ടിയതുകൊണ്ടല്ലേ ഇപ്പം അത്രയും രക്ഷപ്പെട്ടതാ. കണ്ടോ, അത് വള്ളി ചിലപ്പോൾ ആ വള്ളി കണ്ടിച്ചാൽ ഇങ്ങ് പോരുമായിരിക്കും. കണ്ടോ, ആ വള്ളി അങ്ങ് ദൂരോട്ട് വലിച്ചു കെട്ടിയിരിക്കുക ബെന്നിച്ചേട്ടൻ, വാഴ മറിഞ്ഞു വീഴാതെ. ആ വാഴേനെ ഇതും ഈ വാഴേനെ 2 വള്ളിയുണ്ടോ? ഇത് മറ്റേ വാഴയുടെ, ഇത് ഈ വാഴയുടെ. കണ്ടോ വള്ളി കെട്ടിയിരിക്കുന്നത്, വലിച്ചു കെട്ടിയിരിക്കുക. ആ വള്ളിയാണ് ഇപ്പൊ പൊട്ടിക്കുന്നത്. ആ വള്ളി കെട്ടിയിരിക്കുന്ന വള്ളിയാണ് പൊട്ടിക്കുന്നത്. അപ്പൊ ചിലപ്പോ വാഴ താഴോട്ട് പോരും. സൂക്ഷിച്ച് വേണമായിരിക്കും അല്ലേ? അമ്മ ചോട്ടി തന്നു, ഇങ്ങ വന്നാ പിടിക്കാം. തലേ വീഴാനാ? ഇങ്ങ വന്നാ പിടിക്കാം. തലേ വീഴട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ല. വന്നാ ഇത്രയും വാഴ ഞാൻ പിടിക്കുമോ? കൊലയുടെ കാര്യ പറഞ്ഞു, വന്നില്ല. നമ്മളെ വാഴയ്ക്ക് ഒത്തിരി വളം വിഷമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ വാഴയുടെ അടിയിൽ കൂടെ എല്ലാം കീടങ്ങൾ കയറാൻ വന്നിട്ടാണ് വാഴ ഇങ്ങനെ പോയത് അല്ലേപ്പാ. കുറേ കീടങ്ങൾ നമ്മുടെ വാഴയെ ബാധിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം നമ്മൾ ഒത്തിരി വിഷം ഇട്ടില്ല എന്നുള്ളതാണ്. ഇതാ പോരുന്നു. അതിന് കറ ഇറ്റിറ്റ് വീഴുന്നു. കറ വെള്ളം, വാഴ ശേഖരിച്ച് വെച്ച വെള്ളം. അത് നമ്മള് വാഴക്കായിട്ട് അങ്ങനെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ. വാഴക്കകത്ത് വെള്ളമൊന്നും ഒഴിക്കണം. ഇത് മണ്ണിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം. ഇത് നല്ലൊരു കൊലയാണ്. എന്റെ കൊല വെയിലായപ്പോഴത്തേക്ക് ഇച്ചിരൂടെ കൊല പുഷ്ടിപ്പെടാനുണ്ടായിരുന്നു. പുഷ്ടിപ്പെട്ടിട്ടില്ല. എന്നാലും വലിയ കായ, നിറച്ച് കായുണ്ട്, മുഴുത്ത കായുണ്ട്.
നമ്മുടെ തോട്ടത്തിലെ വലിയ കൊലകളൊക്കെ ഉണ്ടായത് ഇപ്പോഴാണ്. ഈ സമയത്ത് വെയിലായപ്പോഴത്തേക്കുമാണ് ഈ വലിയ കൊലകളൊക്കെ. ആദ്യമൊക്കെ ചെറിയ കൊലകളായിരുന്നു. അതും മുഴുത്ത കൊലയാണ്. പക്ഷെ ഇതാണ് ഏറ്റവും വലുതല്ലൊക്കെ. അങ്ങനെ നമ്മൾ കുറേ നാൾ കൂടി നല്ലൊരു വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഇതാണ് നന്നായിട്ട് ചനച്ച്. കായൊക്കെ കാണുമ്പോൾ കൊതിയാവും. വലിയ കായ. നല്ല ഇതുണ്ടോ, ഇത് നോക്കിയേ, നല്ല ചനച്ച് വന്ന് കായ. കണ്ടോ, നല്ല വലിയ കായ. ഇതൊരു 3 എണ്ണം വെക്കുമ്പോൾ 1 കിലോ വരും. ഇത് മൂന്ന് കായ 1 കിലോ ഉണ്ടാവും ഈ കൊലയുടെ. ഈ ഏറ്റവും ആദ്യത്തെ ഒരു പടലയിൽ എത്ര കായ ഉണ്ടെന്ന് എണ്ണി നോക്കാം. എണ്ണി നോക്കാം ചിക്കു. ആദ്യത്തെ പടലയില്. ആദ്യത്തെ പടലയില് 1 2 3 4 5 കാണത്തില്ല. 7 എനിക്ക് കാണാം. 8 9 10 11 12 13 14 കാ. 14 കാ മേടിച്ചാൽ അന്നേരം എത്ര കിലോ കാണും? ഈ 14 കാ എത്ര കിലോ കാണും? അപ്പൊ ഈ ഒരു പടല ഒരു 3 കിലോ 3 കിലോ ഉണ്ടാവും ഒരു പടല. 3 കിലോയുടെ കൂടുതലുണ്ടാവും അല്ലേ? 3 കിലോ ഒന്നും ആയിരിക്കില്ല, 4 കിലോയും കാണും. നമ്മൾ വെറുതെ ഒരു ഉദ്ദേശം പറയല്ലേ. എന്നാൽ 14 കാ 4 കിലോയും ഉണ്ടാവും. ഇത്രയും നല്ലൊരു കായാണത്. അത് വാങ്ങിച്ച് കഴിക്കുന്നവർ നന്നായിട്ട് കഴിക്കട്ടെ അല്ലേ? ഞാൻ എപ്പോഴും പറയും, നല്ല കൊല വെട്ടുമ്പോൾ ഞാൻ എപ്പോഴും പറയും, അത് കഴിക്കുന്നവർ നല്ല സന്തോഷമായിട്ട് കഴിക്കട്ടെ. ഒട്ടും വിഷമൊന്നും ഇടാത്ത വാഴക്കൊല. അതുകൊണ്ടാണ് നമ്മുടെ വാഴയില ഇങ്ങനെ പെടലാൻ വരുന്നത്. അതിൻ്റെ അടിയിൽ നിന്ന് ഇത് വരും, കീടങ്ങൾ അടിയിൽ നിന്ന് ബാധിക്കും കൂടുതൽ. അപ്പോഴത്തേക്കും പിന്നെ തണ്ടയിലൊക്കെ ബാധിച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ പോകും വാഴ. ഇതുണ്ട്, അങ്ങനെ വാഴനെ വെട്ടി താഴെ ഇടും. ഇത് വാങ്ങി കഴിക്കുന്നവർ നല്ല ആരോഗ്യമായിട്ടിരിക്കട്ടെ. അത് തന്നെയല്ലേ ഇപ്പൊ ഞാനും പറഞ്ഞത്. അതെ, അതെന്റെ ഭാഷ ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ വാഴപ്പിണ്ടി എടുക്കുവാന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ആ വാഴയുടെ അകത്തെ ഒന്ന് കാമ്പെടുക്കാതെ പിണ്ടി കറി വെക്കുമെന്ന് പറഞ്ഞില്ലേ. പിണ്ടി കറി എടുക്കുന്ന കാണിച്ചു തരാം. ഇത് കണ്ടോ ഇങ്ങനെ. അപ്പം അത് പൊളന്ന് എടുക്കുന്നുണ്ട്. ഇത് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കുമായിരുന്നു. ഈ പൊളപ്പ് എന്തിനാന്നോ, ഞാനൊരു കാര്യം പറയാമേ. ഈ സാധനം ഉണ്ടല്ലോ, വെള്ളം പിടിക്കാൻ. വെള്ളം പിടിക്കാൻ. പണ്ടൊക്കെ തോട്ടില്, എന്റെ വീട്ടിലെ തോട്ടിൽ കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒഴുകി വലരി കൂടെ വെള്ളം വരും. അപ്പൊ ഇങ്ങനെ വലരി കൊണ്ട് 2 കല്ലിന്റെ ഇടയ്ക്ക് ഈ സാധനം വെക്കും. ഒരു കുറച്ച് ദിവസത്തേന് നിന്നോളും. ഈ സാധനം ഇങ്ങനെ വെക്കുമ്പോ ഇതിനകത്തൂടെ വെള്ളം ഒഴുകി വരും. അപ്പൊ അതിന്റെ കീഴെ നിന്ന് കുളിക്കും. അങ്ങനെ ഇച്ചിരൂടെ അകത്തോട്ട് പോകണം. അപ്പൊ അങ്ങനെ കുളിച്ചിട്ടുണ്ടോ? ഇത് കൂട്ട് ഇങ്ങനെ. ഇതെങ്ങനെയാണോ വെക്കുന്നത്? ഇതിന്റെ അടിയിൽ 2 കപ്പക്കമ്പാ വെക്കുന്നത്. കപ്പയുടെ ഇങ്ങനെ കവല പോലെ കിട്ടൂല്ലോ, കപ്പത്തണ്ട് കവല പോലെയുള്ള ഇതിന്റെ കീഴെ ഇങ്ങനെ വെക്കൂടി. എന്നിട്ട് ഇങ്ങനെ പാത്തിയിൽ ഇങ്ങനെ ചരിച്ചു വെക്കും ഈ വലരിയിലൊക്കെ. എന്നിട്ട് ഇതിലെ വെള്ളം ഒഴുകി വീണോണ്ടിരിക്കും, വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ. നമ്മളതിന്റെ കീഴെ പോയിരുന്ന് കുളിക്കും. അങ്ങനെ ഇതിന് ഉപയോഗമുണ്ട്. ഞാൻ ചുമ്മാ ഗസ് ചെയ്ത് പറഞ്ഞ. ഇതാണ്ട് അപ്പ എടുക്കുന്നു വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി. പിന്നെ അത്ര ആകുവാണോ എടുക്കുന്നത്? അകത്തോട്ട് എടുക്കുന്നത്, ഏറ്റവും അകത്തോട്ട്. അതിന്റെ അകത്തോട്ട് പൊളിക്കത്തില്ലെന്നായി വരും. അവിടെ എടുക്കുന്നത്. ഇത് ഒന്നുകൂടെ കളയാം. ഇനിയിപ്പോൾ ഉണ്ടോ ഇനി കളയാൻ? ഒരു ഇത് കണ്ടോ, ഇങ്ങനെ പൊളിച്ച് മാറ്റും. ഇത് എന്നിട്ട് ഈ ഏറ്റവും അകത്തെ ഈ കൂമ്പാണ് ഇത്. ഈ കാണുന്നോ? ഇതാണ് നമ്മുടെ വാഴ. ആനക്കൊമ്പ് പോലെ തിളങ്ങിയിരിക്കുന്നു. ഇത് അരിഞ്ഞിട്ടാണ് മറ്റേ തോരൻ വെക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഈ വാഴയുടെ അകത്തുനിന്ന് വന്ന സാധനം. തോരൻ മാത്രമല്ല, എന്തൊക്കെയോ ഇത് വെച്ചുണ്ടാക്കും. വട്ടത്തി അരിഞ്ഞിട്ട് നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് ഇതാണ് പയറൊക്കെ ഇട്ട് തോരൻ വെക്കുന്നത്. അപ്പൊ ഇത് ഇതുണ്ടോ, നിറച്ച് നാര ഇതിനകത്ത്. ഇതുണ്ടോ നൂല് പോലെ, ഇതുണ്ടോ? അത് അരക്കല്ലേ? അരക്കല്ല, ഇതിന്റെ നാര്, ഫൈബർ അല്ലേ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇത് കണ്ടോ, കാണാവോ? കണ്ടോ, ചീസ് പുള്ള് പോലെ ഉണ്ട്. ചീസ് പോലെ അല്ലേ ഇത്. അപ്പൊ അതിങ്ങനെ കളയും. അത് കളയാൻ പറ്റുമോ? ഇത് അരിയുമ്പം കളഞ്ഞോളൂ. അപ്പൊ ഇത് ഇഷ്ടം കറി വെക്കാം. ഇത് ഇഷ്ടമുള്ളവർക്ക് ഇപ്പൊ ഇത് കാണുമ്പോൾ ഇഷ്ടം തോന്നുമായിരിക്കും അല്ലേ? നമ്മുടെ വാഴത്തോട്ടത്തിൽ ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ. വെട്ടി കളയുക ചെയ്യുന്നത്. ഉള്ളവരങ്ങനെയാണല്ലോ, കളയാനല്ലാതെ എന്നാ ചെയ്യാൻ പറ്റും? ഇതെല്ലാം കറി വെക്കാൻ പറ്റില്ലല്ലോ. അതെ, അപ്പൊ വാഴക്കൊല കൊണ്ട് തണലത്ത് കാറ്റിടാതെ എപ്പോഴും ചുണ്ടുകറി ഉണ്ടാവും. അപ്പൊ ഇതിവിടെ വെക്കാം. നമുക്ക് പോകുമ്പോ പോകാം. കറി വെക്കുവാണെ കാണിച്ചു തരാം. അപ്പൊ വാഴക്കൊല അപ്പ കൊണ്ട് അവിടെ വെച്ചു. തണലത്ത് വെക്കുവാണോ, കൊണ്ടുപോവാണോ?
അപ്പോൾ ആ വാഴക്കൊല കൊണ്ട് അപ്പ പോയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വെയിലായതുകൊണ്ട് മുറ്റത്തേക്ക് വെക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് പിന്നെ തൂക്കം നോക്കാം എത്രയുണ്ടെന്ന്. ഇനിയുണ്ട് താഴേക്ക് 2 കൊലയും കൂടെ വെട്ടാറായിട്ടുണ്ട്. അപ്പം അതിൻ്റെയും കൂടെ മൂപ്പ് നോക്കിയിട്ട് ഏതാ വെട്ടുന്നതെന്ന് നോക്കാം. ഇതാ നമുക്ക് പോകാം. താഴോട്ട് പോകാം. ഭയങ്കര വെയിലാണ്. പോയി ഒരു തണലത്ത് നിൽക്കുകയും ചെയ്യാം. വെയിലത്തേക്കും എന്നെ കാണാമോ എന്തോ ക്യാമറയിൽ. എന്തോ എനിക്കറിയത്തില്ല, എനിക്ക് സ്ക്രീൻ കാണത്തില്ല. പൊള്ളി ചുട്ട പോലെയായി. താഴേക്ക് പോകാം. മൊത്തം ഇപ്പോൾ ഉണങ്ങി കിടക്കുക, മണ്ണ് ഉണങ്ങി കിടക്കുകയായതുകൊണ്ട് തെന്നും ചിലപ്പോൾ. ചിക്കു അപ്പായും കൂടെ ചാടി വരുന്നുണ്ടേ. വാ ഇറങ്ങി കഴിഞ്ഞ് ഇതാ പറ്റില്ലേ കൊണ്ടുവച്ചാ മുറ്റത്താ. ഇനി നമുക്കതാ ഇവിടെയാണ് ഒരു കൊല നിൽക്കുന്നത്. ഇനി ഈ കൊലയാണ് വെട്ടാൻ പോകുന്നത്. ഇതുകൊണ്ടാ മൂളി നിൽക്കുന്നത്. പിന്നെ ഒരെണ്ണം കൂടെ ഉള്ളത് ദാ ദൂരെ കാണുന്ന ആ കൊലയാണ്. അതെന്നാ അയ്യപ്പതായോ? ഇല്ല അല്ലേ? അപ്പം നമുക്ക് ഇതും കൂടെ വെട്ടാം. പിന്നെ ഞാലിപ്പൂവൻ ഇപ്പോൾ വെട്ടുന്നുണ്ടോ? ദൂരെ ഒരു ഞാലിപ്പൂവൻ നിൽപ്പുണ്ട്, നല്ലൊരു ഞാലിപ്പൂവൻ. ഏതാ അത്? പാളയംകോടനാണോ? അപ്പം പാളയംകോടൻ നിൽപ്പുണ്ട് അവിടെ. പിന്നെ ഒരു റോബസ്റ്റ നമുക്ക് അങ്ങ് മുകളിൽ നിൽപ്പുണ്ട്. നമ്മുടെ വാഴത്തോട്ടത്തിൽ അങ്ങേ അറ്റത്തായിട്ട് കുറച്ച് ചെറിയ കൊലകളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ വെയിൽ കൂടുമ്പോൾ എന്നാ ആവുമെന്ന് അറിയത്തില്ലല്ലോ അപ്പം. അതിൻ്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമായിരിക്കും. ഏത്തനുണ്ട്, ചെറിയ കൊലകൾ നിൽപ്പുണ്ട്. ഇതുണ്ട് മൊത്തത്തിലൊരു ഉണങ്ങിയ അവസ്ഥയിലാണ്. ഇതാണ്ട് നമ്മുടെ ചിക്കു വെയിലത്ത് കരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇവിടെ വെയിലത്തൊന്ന് മാറി നിൽക്കുക. എന്തിനാ ഈ വെയിൽ കൊള്ളുന്നത്? നിറച്ച് വാഴയുണ്ടായിരുന്നു. ഇപ്പം വാഴകൾ വെട്ടി ഇത്രയായി. ഇനി ഈ വാഴകളെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് മഴ തൂളിക്കഴിഞ്ഞാണ് അടുത്ത കൃഷി തുടങ്ങുന്നത്. ഈ വെയിലത്ത് നമുക്കിവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മഴ തൂളി കഴിയുമ്പോൾ അപ്പുറത്തേക്ക് വശത്തേക്കുണ്ട്. അവിടെ എല്ലാം ഞാലിപ്പൂവനുണ്ട് കൊലച്ചിരിക്കുന്നത്. ചെറിയ വാഴകളെല്ലാം കൊലച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാലിപ്പൂവനാണ്. പിന്നെ ചക്ക ധാരാളം അവിടെ നിൽപ്പുണ്ട്. അപ്പം ഇങ്ങനെയാണ് നേരത്തെ വീഡിയോയിൽ അല്ലേ ചിക്കു? എന്നാ രസമായിരുന്നു ഇവിടെ വാഴത്തോട്ടം അല്ലേ? ഇപ്പോഴും രസത്തിന് കുറവില്ല, പക്ഷെ ഇച്ചിരി ഉണക്ക് പറ്റിയിട്ടുണ്ട്. കൊലയൊക്കെ ഉണ്ട്. നേരത്തെ വീഡിയോയിലാണ് നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പോഴേ അപ്പായുടെ സൂക്ഷ്മമായ വീക്ഷണത്തിൽ ആ കൊല കുറച്ച് ദിവസം കൂടെ നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത് വെട്ടണ്ടാന്നപ്പാ പറയുന്നത്. ഒരാഴ്ചയും കൂടി ഇതിലേക്ക് നിന്നാൽ കുറച്ചുകൂടെ കായ ഒന്നുകൂടെ ഒന്ന് പുഷ്ടിപ്പെടും. അതുകൊണ്ട് അപ്പം അത് വെട്ടുന്നില്ലപ്പാ, വേണ്ടെന്നാപ്പാ പറയുന്നത്. ഇന്ന് വെട്ടണ്ടാന്ന്. അപ്പോൾ നമുക്ക് മുകളിൽ ഒരു കൊലയും കൂടി ഉണ്ട്, പിന്നെ ഇവിടെ ഒരു കൊലയുണ്ട്. അപ്പം 3 എണ്ണം കൂടെ ഒരുമിച്ച് അടുത്ത ദിവസം വെട്ടാമെന്നപ്പാ പറയുന്നു. ഇതേ ആ പ്ലാവയിലെ ചക്ക കറുത്ത് കിടക്കുന്നു. ആ തോട്ടി എത്തുമോ? നമ്മളിങ്ങനെ വെയിലത്ത് ഇല്ലല്ലേ, ഞങ്ങളിങ്ങനെ വെയിലത്ത് നിന്ന് കരിയ നട്ട് വെച്ചിട്ട് ഇങ്ങനെ വെയിലത്ത് ഇറങ്ങി നിന്ന് വാഴക്കൊല വെട്ടുന്നവരായിരുന്നു ഉണ്ടാവുക. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് ഇപ്പൊ കൊച്ചു പറയുന്നത്. എനിക്കറിയത്തില്ല സമ്മർദ്ദം എന്നാന്ന്. നിങ്ങളെന്തിനാ ഉച്ചയ്ക്ക് ഇറങ്ങി വന്ന ഇങ്ങോട്ട്? വൈകിട്ട് സമയമില്ലാത്തത്. അതാണ് സമ്മർദ്ദം. രാവിലെയും വൈകിട്ട് സമയമില്ല. ഉച്ചയ്ക്കാണ് അപ്പായ്ക്ക് ഫ്രീ ആയത്. അപ്പൊ ഉച്ചയ്ക്ക് വാഴക്കൊല വെട്ടാന്ന് വെച്ചു. വേർത്തൊലിക്കുക. ഞാൻ മൂടി ഇട്ടേക്കുന്ന ഇവിടെ തലയൊക്കെ പൊള്ളുന്നുണ്ട്. ഈ പറമ്പിലെ നമ്മൾ വാഴക്കൊല പെടന്നു പോയതൊക്കെ മൂടിയിട്ടിട്ടുണ്ട്. അതെന്തിനാന്നോ? കറി വെക്കാൻ. ഇതുണ്ടോ? ഇതിന് കീഴെയൊക്കെ നമുക്ക് ഉണ്ടോ ഇടയ്ക്ക് വന്നാൽ പഴുത്ത കായൊക്കെ എടുത്ത് തന്നെ. പഴുത്തതില്ല, പഴുക്കാൻ കൊള്ളില്ല. അത് ഇച്ചിരി വാടിപ്പോയതാ. കറി വെക്കാൻ കൊള്ളാൻ വേണം. അതിങ്ങനെ മഞ്ഞ ഇലയായിരുന്നോ? മഞ്ഞ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറേ വാഴക്കൊലകൾ ഇങ്ങനെ പെടന്നു പോയതിൻ്റെ മുഖ്യ കാരണം നമ്മൾ കീടങ്ങളെ തുരത്തി ഓടിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ പെടന്നു പോയതൊക്കെ നമ്മളിങ്ങനെ മൂടി വെച്ച് ചിലത് കറി വെക്കാം. ഇന്നത്തെ കഴിഞ്ഞോ? അപ്പോൾ ഇവിടുത്തെ ഇതുണ്ടോ, ഈ കൊലയായിരുന്നു വെട്ടാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് കുറച്ച് ദിവസം കൂടെ നിൽക്കട്ടെ എന്നാണ് അപ്പോൾ പറയുന്നത്. കുറച്ച് ദിവസം കൂടെ നിന്നാൽ ചിലപ്പോൾ ഒരു 2 കിലോയും കൂടെ വെയിറ്റ് കിട്ടും, കായ്ച്ചൂടെ ഒന്ന് പുഷ്ടിയാവുമ്പോൾ. അപ്പം നമുക്കിപ്പോൾ തൽക്കാലം എന്നാ ചെയ്യാം, വെട്ടിയത് പോയിട്ട് വെയിറ്റ് നോക്കാം, തൂക്കി നോക്കാം. അപ്പോൾ കപ്പളങ്ങാപ്പഴം ഉണ്ടായിരുന്നേ. എവിടെ? സ്കൂളിൽ കപ്പളങ്ങാപ്പഴം നിൽക്കുന്നുണ്ടായിരുന്നു. പോവാം, വെയിലാണല്ലോ. പോയി പറിക്കാം. അപ്പം അങ്ങോട്ട് പോകും. ഒരു വെയിൽ കുറയട്ടെ എന്നതാ, സൂര്യാഘാതം ഏൽക്കും. നമുക്ക് പോയി തൂക്കി നോക്കാം.
ഇഞ്ചി ഇവിടെ ഒരു കുഞ്ഞ് ഇഞ്ചിക്കണ്ടം ഉണ്ടായിരുന്നു. ദൈവം എന്തിയത്? ആ ഇഞ്ചി എല്ലാം വീണു, അതിന്റെ മുകളിലെല്ലാം കരികലിട്ട് മൂടിയേക്കുവാ. എന്തിനാന്നോ? ഇഞ്ചി കേടാകാതെ കിടക്കാൻ. ആരാ മുടിയെ? അത് ഞാനും ചാച്ചനും ഒക്കെ കൂടെ ആയിട്ട് മൂടിയ. ഇതുണ്ടോ ഇഞ്ചി ഇങ്ങനെ വീണപ്പിനുണ്ടോ? ഇഞ്ചിയുടെ ഇതാ ഇലയായത്. എന്നാ നല്ലപോലെ വന്നൊരു വട്ടമായിരുന്നു അത്. അതിന് അടിയിലുണ്ട് ഇഞ്ചി. അതിന് നമുക്ക് കുറച്ചുകൂടെ മഴയാവുമ്പോ, അല്ല കുറച്ചുകൂടെ വെയിൽ കൂടി, ഇനി അത് മുളച്ചു വരുമോ? കുറച്ചുകൂടെ വെയിൽ കൂടി കഴിയുമ്പോഴത്തേക്ക് അത് ഇഞ്ചി കിടന്ന് മൂക്കും നല്ലപോലെ. അപ്പൊ അത് പറിച്ചെടുക്കണം. പറിച്ചെടുത്തിട്ട് നമ്മള് നടാൻ വേണ്ടി മാറ്റി വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കണം. അതല്ലെങ്കിൽ അത് അട്ടുപോകും. ഇഞ്ചി കിടന്നാൽ ചീഞ്ഞങ്ങ് പോകും, പിന്നെ നമുക്കൊന്നും കിട്ടത്തില്ല. അതല്ലെങ്കിൽ പിന്നെ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒക്കെ ചെയ്യും. തണുത്ത സ്ഥലത്ത് ഇടുവാണെങ്കിൽ ഇഞ്ചി അവിടെ കിടക്കും. ആശ്വാസം തണല്. എന്റെ ചിക്കു എല്ലാവരും ആശ്വാസം. എല്ലാവരും പറഞ്ഞാ നമ്മുടെ കൊക്കോ ഇതുണ്ട്. ഈ കൊക്കോയിൽ ഒരു പഴം നിൽക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി ദിവസമായി. അതെന്തി നിൽക്കുന്നു ആ പൊക്കത്തിൽ. എത്ര നാളായിരുന്നു പഴുത്തങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഒത്തിരിയോ ദിവസമായി. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കേട്ടോ. 1 മാസത്തിൽ ഏറെയായത് പഴുത്തിട്ട്. ഇനി കൊക്കോ, നമ്മുടെ ഈ കൊക്കോയിലെല്ലാം കായ ഉണ്ടാകുന്ന വെച്ചാൽ ലൈവായിട്ട് പൊട്ടിച്ചു തരാവോ? പിന്നല്ലാതെ തലേ വീണെന്ന് പറഞ്ഞേക്കില്ല. ഇല്ല, ഉറുമ്പുണ്ട്. അയ്യോ, ഉറുമ്പും കൂടെ അതിന്റെ അറ്റത്ത്. അത് അതിന്റെ അറ്റം വെച്ച് കണ്ടിക്ക്. അതിന്റെ പ്രശ്നം ഇതാന്നേ, കൊക്കോയുടെ ഞെടുപ്പ് നമുക്ക് ഒറ്റ വലി തോട്ടിയാ കിട്ടൂല. സക്സസ്. അപ്പൊ നമ്മുടെ 1 മാസത്തിൽ കൂടുതലായിട്ട് പഴുത്തു നിന്ന കൊക്കോക്കായ ഞാൻ പറിച്ചിട്ടുണ്ട്. പൊട്ടിച്ചു നോക്കാം. അതിനോട് തന്നെ കൊക്കോയ്ക്കിട്ട് തന്നെ അടി. ഇത്രയും പഴം തന്ന എന്നോട് തന്നെ വേണായിരുന്നോടി നിന്റെ അടിയെന്നാ ചോദിക്കുന്നത്. കൊക്കോ ചോദിച്ചതല്ലേ? ഇത്രയും പഴുപ്പ് കാ തന്ന എനിക്കിട്ട് തന്നെ. അയ്യോ, ഇത് കേടാടി. വെറുതെ മോഹിപ്പിച്ചു. കേടല്ല, പഴുത്ത് പോയതാ. തിന്ന് നോക്കിയോ. മധുരം ഉണ്ടോ? പഴുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒത്തിരി ദിവസമായിട്ട് ഇവിടെ പഴുത്ത് നിൽക്കുന്നത്. വേണ്ട, ഉണങ്ങാൻ കൊള്ളാം. ഇത് നമുക്ക് ഉണങ്ങി വിൽക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. പഴം തിന്നാനാ പൾപ്പല്ല. ഇത് കൊണ്ടോ വെള്ളമയൊക്കെ പോയി പഴുത്ത് പോയത് കൊണ്ടാണ്. അത് ഉണങ്ങാൻ കൊള്ളാം. അപ്പൊ നമുക്ക് ഉണങ്ങാൻ വെക്കാം. കളഞ്ഞേക്കട്ടെ. അപ്പൊ ഇത് ഉണങ്ങുന്നതിന്റെ കൂടെ ചേർക്കാം കേട്ടോ. എന്നപ്പോ നമുക്ക് വാഴക്കൊല തൂക്കി നോക്കാം. അപ്പാ പറഞ്ഞു മുരിങ്ങക്കാന്ന് പൊണ്ണെന്ന്. എവിടെയാ? ഇതല്ല, മുരിങ്ങക്ക പറിച്ച് ഇരിപ്പുണ്ടല്ലോ വീട്ടില്. പറിക്കുന്നുണ്ടോ? മൂക്കാണോ? അയ്യോ, കാണിക്കാനുള്ള വക വല്ലതും ഉണ്ടോ? ആ കുഞ്ഞാണ്, ഒരു 2 തിക്ക. അത് പറിച്ചാലൊന്നും കൊള്ളേതായിരിക്കും. കൊക്കോ ഇത്രയുള്ള 2 മുള്ളാത്തക്കാൻ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ചെറിയ ത്രാസ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സ്ഥലം കൂടെ വരുന്നുണ്ട്, നോക്കാം. അത് ഏറ്റവും ആദ്യം പറ്റിയതാണോ? അതെ അല്ലേ? 20 കിലോയുടെ മുകളിലുണ്ടാവും. 22 കിലോ കാണും. അയ്യോ ഇല്ലേ, 18 കിലോയേ ഉള്ളൂ. എത്രയുണ്ട്? 18 700. അപ്പൊ നമ്മുടെ ആദ്യത്തെ കൊല 18 കിലോ ഉണ്ട്. നമ്മൾ ഈ 3 മാറ്റും അല്ലേ? മാറ്റുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ മാറ്റണ്ടേ? മാറ്റണ്ട. അപ്പൊ ആദ്യത്തെ കൊല 18 790. അതായത് 18 800ന്റെ അടുത്ത് ഇത്രയുണ്ട്. കണ്ടോ? അതിന് ഇച്ചിരി തോന്നുമായിരുന്നു അല്ലേ? കർഷകന്റെ പ്രതീക്ഷ കുറച്ച് കുറഞ്ഞു. പ്രതീക്ഷ തെറ്റി. കുറഞ്ഞെന്നല്ല, എന്റെ പ്രതീക്ഷ തെറ്റി. ഞാനത് 20 കിലോയുടെ മുകളിൽ പ്രതീക്ഷ. അപ്പാ പറഞ്ഞ 20ഓളം കാണും. അതിന് കാരണം ഞാൻ പറയാം. ഏറ്റവും മുകളിലത്തെ കാ നല്ല മുഴുത്ത. നമ്മൾ അത് കണ്ടിട്ടാണ് പ്രതീക്ഷിക്കുക. താഴേക്ക് ചെല്ലുമ്പോൾ കണ്ടോ ചെറിയ കായാണ്. താഴത്തെ അറ്റത്തേക്ക് വന്നപ്പോഴത്തേക്ക് കായ്ക്ക് കുറച്ച് നീളമൊക്കെ കുറവ്. അതുകൊണ്ട് മീഡിയം സൈസ് എന്ന് പറയാം. മീഡിയം സൈസ്. ഏറ്റവും മുകളിലത്തെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നുമായിരുന്നു. എത്ര പടലിയുണ്ട്? 1 2 3 4 5 6 പടലിയുണ്ട്. അടുത്തത് എത്രയുണ്ട്? 15 180. അതിന്റെ കാരണം ഇതാണ്, വെയിലായതുകൊണ്ട് കായ്ക്കും അല്ലേ, വളർച്ച കുറവാ. കായ മേളിലുള്ള കായ വലുതാ, മുകളിലത്തെ നല്ല. പക്ഷെ ഇതാണ് ഏറ്റവും നല്ല കൊല.
കായ എണ്ണം ധാരാളം ഉണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നെങ്കിൽ ആയനല്ലേ. നമുക്ക് വെള്ളത്തിന്റെ കുറവുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കാനൊന്നും ഉള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് കായ്ക്കൊരു പുഷ്ടിപ്പില്ല. കായ എണ്ണമൊക്കെ ധാരാളം ഉണ്ട്. ഒരു 6-7 പടലയുണ്ട് അല്ലേ. മീഡിയം സൈസ് കായ വേണ്ടവർക്കൊക്കെ നല്ല. അപ്പൊ ഇന്നത്തെ കൊച്ചു പിടിയായിരുന്നു. ഞങ്ങൾ വാഴക്കുല വെട്ടാൻ നട്ടുവെച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ജ്യൂസ് കുടിക്കാല്ലേ. ഇപ്പൊ നാരങ്ങാവെള്ളം, വാഴക്കുല വെട്ടി മടുത്തവർക്കെല്ലാം നാരങ്ങാവെള്ളം കുടിക്കാം. നാരങ്ങാവെള്ളം അമ്മ ഉണ്ടാക്കും. അപ്പൊ ഞങ്ങളുടെ കൃഷിത്തോട്ടത്തെ കുറിച്ചും ഞങ്ങളുടെ വിളവ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആദ്യം തൊട്ടുള്ള വിളവുകൾ. അപ്പൊ ഇപ്പൊ നമ്മൾ അവസാന ഭാഗത്തെ വിളവെടുപ്പിലാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് അല്ലേപ്പാ, ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇനിയും കുറച്ച് വീഡിയോസ്, ഞാൻ കോഴിയുടെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കോഴി വളർത്തലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കുറേ എന്ന് പറയത്തില്ല, ഒരു 5-6 നല്ല വീഡിയോസാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് വീഡിയോയിലുള്ള. അപ്പോൾ അത് കോഴി കൃഷിയുള്ളവരൊക്കെ അതൊന്ന് നോക്കുക കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിലേക്ക് ബൈ ബൈ. ഇനി നാരങ്ങാവെള്ളം കുടിക്കാം. ചക്ക കിട്ടി, ചക്ക. അപ്പം നമുക്ക് ഒരു വരിക്കച്ചക്ക ഇത് വേണോ? നമുക്ക് നല്ല ഉഗ്രം വരിക്കച്ചക്ക എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതും വെട്ടി പഴം കഴിക്കണം, പിന്നെ വെള്ളം കുടിക്കണം. അപ്പൊ ശരി. ബൈ.